എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഡോക്ടർ പി വിജയൻ സാർ എഴുതിയ കോടീശ്വരനാകാം മനഃശക്തിയിലൂടെ എന്ന പുസ്തകത്തിൻ്റെ 12ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഈ അധ്യായത്തിൻ്റെ ഹെഡിങ് പണത്തിൻ്റെ ആകർഷണീയത എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം വളരെ പ്രധാനമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെലവഴിക്കാത്ത പണവും വായിക്കാത്ത പുസ്തകവും പ്രകടിപ്പിക്കാത്ത സ്നേഹവും ആർക്കും പ്രയോജനപ്പെടുന്നില്ല എന്നാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ധനം സമ്പാദിക്കുക എന്നുള്ളതിന് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ല. ആർക്കും പണം സമ്പാദിക്കാം. ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ഈ 12ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ധനത്തെ സംബന്ധിച്ചിടത്തോളം വർഗ വ്യത്യാസങ്ങളില്ല. ഒരു കാലഘട്ടത്തിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ കറുത്ത വർഗ്ഗക്കാർക്കെതിരെ വലിയ പീഡനമായിരുന്നു. അടിമത്തം നിലനിന്നിരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ കറുത്ത വർഗ്ഗക്കാർക്ക്. എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യം എടുത്തു നോക്കുമ്പോൾ കറുത്ത വർഗ്ഗക്കാരിൽപ്പെട്ട നൂറുകണക്കിന് ആളുകൾ ശതകോടീശ്വരന്മാരായി തീർന്നിരിക്കുന്നു. അതിൻ്റെ ചില ഉദാഹരണങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചില ആളുകളുടെ പേര് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാലത്ത് വർണ്ണവിവേചനം നേരിട്ടിരുന്ന ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇന്ന് 2017 പ്രസിദ്ധീകരിച്ച ശതകോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ ധാരാളം കറുത്ത വർഗ്ഗക്കാർ ഇടം പിടിച്ചിരിക്കുന്നു. അപ്പോൾ ബിസിനസ് ചെയ്ത് ശതകോടീശ്വരന്മാരാകുന്നതിന് വർണ്ണമോ വർഗമോ ജാതിയോ മതമോ വ്യത്യാസമില്ല. അതിൽ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ യാതൊരു വ്യത്യാസമില്ല. പണം ഉണ്ടാക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് പണം കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ രാജ്യത്ത് പിന്നോക്കം നിൽക്കുന്ന സമുദായത്തിൽ നിന്നും ദാരിദ്ര്യം കീഴടക്കിയ ഗ്രാമങ്ങളിൽ നിന്നും സമ്പന്നന്മാരായ ഒരുപാട് ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളുടെ ഒരു അനുഭവം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് അശോക് ഖഡെ. അശോക് ഖഡെ എന്ന് പറയുന്ന ഈ വ്യക്തി ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്ന് 4500-ലധികം തൊഴിലാളികളുള്ള ഒരു കമ്പനിയുടെ ഓണറാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് സാധിച്ചത്? അദ്ദേഹത്തിൻ്റെ ബാല്യം മുംബൈയിലെ തെരുവോരത്ത് നിന്ന് ഒരു വമ്പൻ വ്യവസായ സാമ്രാജ്യത്തിലേക്ക് വളർന്ന ഒരു വ്യക്തിയാണ് അശോക് ഖഡെ എന്ന് പറയുന്ന വ്യക്തി. കഠിനാധ്വാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ഒരു കഥയാണത്. ഇന്ന് കോടികൾ വിലമതിക്കുന്ന ഒരു നിർമ്മാണ കമ്പനിയുടെ ഉടമയാണ് അശോക് ഖഡെ. ഒരു ചെരുപ്പ് കുത്തിയുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. മരത്തണലിലിരുന്ന് ചെരുപ്പ് കുത്തി തൻ്റെ മക്കൾക്ക് ആഹാരത്തിന് വേണ്ടി പണിയെടുത്ത ഒരു പിതാവിൻ്റെ മകനാണ് അശോക് ഖഡെ. ഇനി അതുമാത്രമല്ല, ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ദളിത് തൊഴിൽ ദാതാവ് എന്ന പേരിന് അദ്ദേഹം അർഹനായി. അപൂർവമായ ഒരു ബഹുമതി ആണത്. അങ്ങനെ ഏതാണ്ട് 4500-ലധികം ആളുകൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ദാസ് ഓഫ്ഷോർ എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അത് വലിയ ഒരു അഭിമാനമാണ്. പഠിക്കാൻ വളരെ സമർത്ഥനായിരുന്നു ഈ അശോക് ഖഡെ. എന്നാൽ ദാരിദ്ര്യം നിറഞ്ഞ ബാല്യമായതുകൊണ്ട് സ്വന്തമായി പരീക്ഷ എഴുതുന്ന സമയത്ത് പേപ്പർ മേടിക്കാൻ പൈസ ഇല്ലാതിരുന്ന തനിക്ക് ഒരധ്യാപകൻ സ്കൂളിലെ അറ്റൻഡൻസ് രജിസ്റ്റർ, പഴയ അറ്റൻഡൻസ് രജിസ്റ്ററിൻ്റെ പേജുകൾ കീറി കൊടുക്കുകയും അതിൽ താൻ പരീക്ഷ എഴുതിയെന്ന് ഇവിടെ രേഖപ്പെടുത്തിന്. പരീക്ഷയ്ക്ക് കടലാസ് വാങ്ങാൻ ചില്ലിക്കാശില്ലാതിരുന്ന ഖഡേക്ക് അവൻ്റെ അധ്യാപകൻ ഹാജർ ബുക്ക് പുസ്തകത്തിൻ്റെ താളുകൾ കീറി നൽകി. മുള്ളുകൊണ്ട് അത് കോർത്ത് കെട്ടി അവൻ പരീക്ഷ എഴുതി. ഫലം വന്നപ്പോൾ
അശോക് ഖഡെ ക്ലാസ്സിൽ 1-ാം സ്ഥാനത്തെത്തി. സംസ്കൃത മന്ത്രം ഉരുവിട്ട് ശീലമുള്ള ഉന്നത ജാതിക്കാരുടെ ഇടയിൽ സംസ്കൃതം നന്നായി പഠിക്കുകയും പരീക്ഷയ്ക്ക് ഏറ്റവും അധികം സംസ്കൃതം ഉപയോഗിക്കുന്ന ബ്രാഹ്മണന്മാരാണ്, പൂജാരിമാരാണ്. അവരുടെ ഇടയിൽ പോലും ആ ക്ലാസ്സിൽ അദ്ദേഹത്തിന് 1-ാം സ്ഥാനം സംസ്കൃതത്തിൽ ലഭിക്കുവാനായിട്ട് പഠിക്കാൻ അതിബുദ്ധിമാനായിരുന്ന ഈ അശോക് ഖഡെ പിന്നീട് തൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം വീട്ടിലെ ദാരിദ്ര്യത്തെ തുടർന്ന് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിഞ്ഞില്ല. കടുത്ത നിരാശയോടെ സഹോദരൻ്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം ഒരു കപ്പൽ നിർമ്മാണശാലയിൽ ജോലിക്ക് പോയി. അങ്ങനെ 1975 മുതൽ 1992 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്യുകയും നാനാ തുറകളിൽപ്പെട്ട ആളുകളുമായി സംസാരിക്കുകയും വലിയവരെന്നോ ചെറിയവരെന്നോ ഇല്ലാതെ എല്ലാവരോടും പുതിയ പുതിയ ആശയങ്ങളെക്കുറിച്ചും അഭിപ്രായങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്ത് അദ്ദേഹം അവിടെ ജോലി ചെയ്തു. തൻ്റെ സഹോദരന്മാർ ദത്തയും സുരേഷും അദ്ദേഹത്തോടൊപ്പം നിന്നു. 1984 ഈ കപ്പൽ നിർമ്മാണശാല, ആ കമ്പനി പശ്ചിമ ജർമ്മനിയിൽ മുങ്ങിക്കപ്പലുകളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ടീമിനെ അയച്ച കൂട്ടത്തിൽ ഖഡയും, അതായത് ഈ അശോക് ഖഡയും പോകുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ തൻ്റെ കൂട്ടത്തിലുള്ള ഒരു ജർമ്മൻ സഹപ്രവർത്തകൻ്റെ ശമ്പളം അദ്ദേഹത്തെ വളരെയധികം ചിന്തിപ്പിച്ചു. ഇദ്ദേഹം ഇത്രയും വലിയ ശമ്പളം വാങ്ങിക്കുന്നുണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം? അദ്ദേഹം തിരക്കി അന്വേഷിച്ചു. തിരിച്ചു വന്നപ്പോൾ തൻ്റെ മനസ്സ് നിറയെ വലിയ ഒരു സ്വപ്നവുമായിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് എത്തിയത്. അങ്ങനെ നാട്ടിൽ വന്ന് അദ്ദേഹം വിവാഹിതനായി. ജോലിക്കിടയിൽ അദ്ദേഹം തൻ്റെ മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം തുടർന്നു. എൻജിനീയറിംഗിൽ ഡിപ്ലോമ എടുത്തു. അങ്ങനെ സഹോദരിമാരുടെ വിവാഹവും വീട്ടിലെ കഷ്ടപ്പാടുകളും ഒക്കെ അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. എന്നാൽ മുമ്പിലുള്ള തൻ്റെ ലക്ഷ്യം പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് അമ്മയുടെ ഒരു സഹോദരൻ മരണപ്പെടുകയും ആ ഭവനത്തിലുള്ള 4 പെൺകുട്ടികൾ, വിവാഹപ്രായമെത്തിയ 4 പെൺകുട്ടികളുടെ ഉത്തരവാദിത്വവും ഇവരുടെ ഈ അശോക് ഖഡയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെ വരുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ 1995 പുറത്തുനിന്ന് ഒരു പൈസ പോലും വാങ്ങിക്കാതെ താൻ പണിയെടുത്ത പൈസ കൊണ്ട് അദ്ദേഹം 3 സഹോദരന്മാരുടെ പേരുകളുടെ ആദ്യാക്ഷരം ചേർത്ത് ദാസ് ഓഫ്ഷോർ എന്ന പേരിൽ ഒരു കമ്പനി രൂപം കൊടുത്തു. ആ കമ്പനിയിൽ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു, ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു. ആദ്യം ആ കമ്പനിക്ക് ലഭിക്കുന്ന ഓർഡർ 1,08,00,000 രൂപയുടെ ഓർഡർ ലഭിക്കുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിലും അദ്ദേഹത്തിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള കഴിവിലും താല്പര്യം തോന്നി PV നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് കരാർ കൊടുക്കുകയുണ്ടായി. അങ്ങനെ ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ ബിസിനസ് വർദ്ധിച്ചു. പിന്നീട് പല രാജ്യങ്ങളിലും ഇന്ധനങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു വരുന്നു. ഉൾക്കടലിലെ എണ്ണ ഉൽപ്പാദനത്തിന് ആവശ്യം കൂടി വന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോവുകയും ക്രമേണ കമ്പനിയുടെ പ്രവർത്തനം ഗൾഫിലേക്ക് വ്യാപിപ്പിച്ചു. അബുദാബിയിലെ രാജകുടുംബത്തിന് പങ്കാളിത്തമുണ്ടായിരുന്ന കമ്പനിയിലെ പുതിയ എണ്ണക്കിണറുകൾ പണിയുന്നതിന് ഭീമമായ കരാറിൽ അദ്ദേഹം ഒപ്പുവെച്ചു. അങ്ങനെ മഹാരാഷ്ട്രയുടെ തീരത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജെട്ടി നിർമ്മാണം യാർഡ് അദ്ദേഹം, അതായത് മഹാരാഷ്ട്രയുടെ തീരത്ത് അദ്ദേഹം ഈ പദ്ധതി നടപ്പാക്കി. 4500 ജീവനക്കാരുള്ള കമ്പനിയുടെ ഇന്നത്തെ മൂല്യം $100 മില്യൺ. $100 മില്യൺ ഇന്ന് ആ കമ്പനിയുടെ ആസ്തിയുണ്ട്. സ്വന്തമായി ഒരു പേപ്പർ വാങ്ങിച്ചെഴുതാൻ പൈസയില്ല, പരീക്ഷ എഴുതാനില്ലായിരുന്ന ഈ വ്യക്തി ഇന്ന് ഇത്രയും വലിയൊരു സമ്പത്തിനുടമയായി. എന്താണ് കാരണം? എന്നാൽ തൻ്റെ കൂടെ തൻ്റെ കഷ്ടകാലത്ത് തനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നവർ, ജോലി വാങ്ങിച്ചു തന്നവർ, തനിക്ക് ഇടാൻ ഷർട്ടില്ലാതിരുന്ന സമയത്ത് വസ്ത്രങ്ങൾ വാങ്ങിച്ചു തന്നവരെയൊക്കെ അദ്ദേഹം മറന്നില്ല. അവരെയെല്ലാം താൻ ചേർത്ത് പിടിച്ചു. തൻ്റെ അപ്പനും അമ്മയും പണിയെടുത്ത ആ സ്ഥലങ്ങളും അതൊക്കെ അദ്ദേഹം വിലയ്ക്ക് വാങ്ങി. അങ്ങനെ
അദ്ദേഹം സമൂഹത്തിൽ ഒരു വലിയ മാറ്റം തന്നെ സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരൊക്കെയും ഇന്ന് അസംബ്ലി മണ്ഡലങ്ങളിലൊക്കെ ഉണ്ട്. അദ്ദേഹം ഇവിടെ പറയുന്നൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. അധ്വാനിക്കാതിരിക്കാൻ ഒരു കാരണം തേടുന്നവരാണ് ഇന്ന് ഭൂമിയിൽ ഉള്ള ഭൂരിപക്ഷം ആളുകൾ. എങ്ങനെ പണിയെടുക്കാതിരിക്കാം എന്നാണ് ആളുകളുടെ ഭൂരിഭാഗം ആളുകളുടെ ചിന്ത. എന്നാൽ പക്ഷേ എല്ലാം അവർക്ക് നേടുകയും വേണം. പണിയെടുക്കാനും പറ്റത്തില്ല, നേടുകയും വേണം. പരിശ്രമിക്കാൻ മടി കാണിക്കുന്നതിൻ്റെ ഫലമായി പലരും പല സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നില്ല. അത് ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിൻ്റെ പേര് പറഞ്ഞ്, ദാരിദ്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് ഒക്കെയും സഹതാപം പിടിച്ചു പറ്റി ജീവിക്കുക എന്നുള്ളതാണ് ചില ആളുകളുടെ ഉള്ളിലുള്ള ചിന്താഗതി. എന്നാൽ പണിയെടുക്കാനുള്ള മനസ്സും ഇച്ഛാശക്തിയും അധ്വാനിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ നമ്മൾക്ക് അമൂല്യമായ മുത്തുകൾ നമ്മൾക്ക് വാരിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് മാത്രമല്ല, നിരാലംബരായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള ആളുകളെ സഹായിക്കുവാനും കഴിയും എന്നുള്ളത്. ജാതിയോ ജനിച്ച സാഹചര്യങ്ങളോ ദാരിദ്ര്യമോ ഒന്നും ഇവിടെ ഒരു വിഷയമല്ല. പണിയെടുക്കാൻ മനസ്സുണ്ടോ എന്നുള്ളതിനാണ് പ്രാധാന്യം. അടുത്തത് ഒരു ലേഡിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കൽപ്പന സരോജിന് ഇന്ന് 3000-ലധികം കോടി രൂപയുടെ ആസ്തിയുണ്ട്. 3000-ലധികം. അപ്പോൾ ഈ പുസ്തകം എഴുതുന്ന കാലഘട്ടങ്ങളിലാണ് ഞാനീ പറഞ്ഞത്, ഏതാണ്ട് 2017-18 കാലഘട്ടങ്ങളിൽ. യാതന നിറഞ്ഞ ഒരു ബാല്യം. ഒരു കോൺസ്റ്റബിളിൻ്റെ മകളായി ജനിച്ചു വളർത്തപ്പെട്ട തനിക്ക് 12ാമത്തെ വയസ്സായപ്പോഴത്തേക്കും മാതാപിതാക്കൾ തീരുമാനിച്ചു മകളെ വിവാഹം ചെയ്തയക്കണം. കാരണം പൊതുവെ പെൺകുട്ടികൾ വളർന്നു വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ബാധ്യതയാണെന്നൊരു തോന്നൽ. അവളെ വിവാഹം കഴിച്ചു വിട്ടു. എന്നാൽ ആ കുടുംബജീവിതം വിജയിച്ചില്ല. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ക്രൂരമായ പീഡനവും കാരണം അവൾ ആ വീട് ഉപേക്ഷിച്ചു. അങ്ങനെ വീണ്ടും തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നു. ആദ്യത്തെ തൻ്റെ കുടുംബജീവിതം പരാജയപ്പെട്ടു. എന്നാൽ പിന്നീട് അവൾ വീണ്ടും ഒരു വിവാഹിതയായി കഴിഞ്ഞപ്പോൾ ഒരു ഫർണിച്ചർ ബിസിനസ്സുകാരനുമായിട്ടാണ് പിന്നീട് വിവാഹം നടക്കുന്നത്. എന്നാൽ ഈ ഫർണിച്ചർ ബിസിനസ്സിൽ വലിയ ഐഡിയ ഇല്ലാതിരുന്ന ഈ ഭർത്താവിനെ അവൾ സഹായിക്കാൻ ആരംഭിച്ചു. ബിസിനസ്സിൽ പ്രത്യേക അഭിരുചി ഉണ്ടായിരുന്ന കൽപ്പന ഭർത്താവിനെ സഹായിക്കുന്നതിലൂടെ വളർന്നു. അങ്ങനെ അവരുടെ ബിസിനസ് വളർന്നു. അങ്ങനെ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് കടന്നു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളുടെ സാധ്യതകൾ കണ്ടെത്തി. ഏറെ നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമായി മുംബൈക്കടുത്ത് ഒരു വലിയ കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് സ്വന്തമായി നിർമ്മിച്ചു. പിന്നീട് അത് വിറ്റ് നല്ല ഒരു വരുമാനം നേടുവാനായിട്ട് കഴിഞ്ഞു. പുരുഷന്മാരെന്നുള്ള കടുത്ത മത്സരവും ദളിത് വിഭാഗത്തിൽപ്പെടുന്നു എന്നുള്ള ഒരു പോരായ്മയും തനിക്ക് വലിയ പ്രതിസന്ധികളുണ്ടാക്കി. എന്നാൽ തൻ്റെ മനസ്സിൽ ഒരു നിശ്ചയദാർഢ്യം അവളെ പിന്തുടർന്നു. വിജയിക്കണമെന്നും പണമുണ്ടാക്കണമെന്നുള്ള അമിതമായ തൻ്റെ ആഗ്രഹം ഇന്ന് 3000 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു സ്ത്രീയാക്കി ഒരു ആളാക്കി അവരെ തീർത്തു. പിന്നീട് ഷുഗർ, സ്റ്റീല്, ഹോട്ടൽ, ഇവൻ്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ അവർ കഴിവ് തെളിയിക്കാനായിട്ടിടയായി തീർന്നു. പിന്നീട് നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് രമേശ് ബാബു എന്ന ഒരു ബാർബർ. അപ്പം വ്യത്യസ്തനാം ഒരു ബാർബർ എന്നൊക്കെയുള്ളൊരു പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ രമേശ് ബാബു എന്ന ഈ ബാർബർ 3 കോടി രൂപ വിലയുള്ള റോയ്സ് കാറിലാണ് അദ്ദേഹം മുടി വെട്ടാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ തൻ്റെ മുടിയല്ല, താൻ ബാർബർ ഷോപ്പിൽ ജോലിക്ക് പോകുന്നു. പിതാക്കന്മാരായിട്ടുള്ള ബാർബർ ഷോപ്പ് മുത്തച്ഛനായിട്ട് തുടങ്ങിയ ബാർബർ ഷോപ്പാണ്. ആ ബാർബർ ഷോപ്പിൽ താനും ഇപ്പോഴും ജോലിക്കാരനാണ്. പക്ഷേ 41 വയസ്സുള്ള രമേശ് ബാബു ഇന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ബാർബറാണ്. കാരണം ബാംഗ്ലൂരിൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ട്രാവൽസിൻ്റെ ഉടമയാണ് അദ്ദേഹം. ബെൻസ് കാറുകൾ ഉൾപ്പെടെയുള്ള കാറുകൾ അദ്ദേഹം വാടകയ്ക്ക് കൊടുക്കുന്നു. മുത്തച്ഛൻ്റെ കാലം മുതൽക്കേ ഉണ്ടായിരുന്ന ബാർബർ ഷോപ്പ് അദ്ദേഹത്തിൻ്റെ ഏക കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്നു. അമ്മ മറ്റു വീടുകളിലൊക്കെ അടുക്കളപ്പണിക്കൊക്കെ പോയി
5 വയസ്സുള്ളപ്പോൾ രമേശ് ബാബുവിൻ്റെ അച്ഛൻ മരിച്ചു. അങ്ങനെ ഈ ബാർബർ ഷോപ്പ് നോക്കി നടത്താൻ ആളില്ലാതെ വന്നപ്പോൾ താൻ ഇത് ഏറ്റെടുത്തു. 1989 പഠനമെല്ലാം നിർത്തി രമേശ് ബാബു കടയിലെത്തി. അങ്ങനെ 1994 രമേശ് ബാബു സ്വന്തമായി ഒരു മാരുതി കാറ് വാങ്ങിച്ചു. സ്വന്തം ഉപയോഗം തീരെ ഇല്ലാത്തതിനാൽ വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ വാടകയ്ക്ക് കൊടുത്ത് രമേശ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന പേരിൽ അതിന് രൂപം കൊടുത്തു. ഇന്ന് 100 കണക്കിൽ വാഹനങ്ങൾ ഉള്ള ഏറ്റവും ധനികനായ ഒരു ബാർബറായിട്ട് രമേശ് ബാബു അറിയപ്പെടുകയാണ്. എന്താണ് കാരണം? ഏറ്റവും അതിശക്തകരമായ വസ്തുത എന്നത് അദ്ദേഹം കൃത്യമായി എല്ലാ ദിവസവും രാവിലെ ബാർബർ ഷോപ്പിൽ തൻ്റെ സ്വന്തം തൊഴിലിന് പോകുന്നു എന്നുള്ളതാണ്. അമ്മ പാചകക്കാരിയായിരുന്നതും ദാരിദ്ര്യം നിറഞ്ഞ ബാല്യമൊക്കെ അദ്ദേഹം മറന്നു. അദ്ദേഹം അധ്വാനിക്കാൻ ആരംഭിച്ചു. പുതിയ ചിന്തകളിലേക്ക് കടന്നു. സത്യസന്ധതയും അഭിമാനവുമാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. അങ്ങനെ ഏത് തൊഴിലിലൂടെയും നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണങ്ങളാണ്. അപ്പോൾ രമേശ് ബാബുവിൻ്റെ ജീവചരിത്രമൊക്കെ നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒരു ബാർബറായ ഒരു വ്യക്തിക്ക് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഒരു ബാർബറായി അദ്ദേഹം മാറാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയും പണിയെടുക്കാനുള്ള താല്പര്യമാണ്. എന്തുകൊണ്ട് നമുക്ക് പണം ഉണ്ടാകുന്നില്ല? പണിയെടുക്കാൻ മനസ്സില്ലാത്തതാണ് ഏറ്റവും. അതിന് നമ്മൾ ഓരോ ഉടായിപ്പ് ന്യായങ്ങൾ പറയും. ദാരിദ്ര്യമാണ്, പണമില്ലായ്മയാണ്, അല്ലെങ്കിൽ ജാതിയുടെ പ്രശ്നമാണ്, വിദ്യാഭ്യാസമില്ലാത്തതാണ്. ഇതൊന്നുമല്ല, പണിയെടുക്കാൻ മനസ്സില്ലാത്തതാണ് നമുക്ക് ജീവിതത്തിൽ പണമുണ്ടാക്കാൻ കഴിയാത്തത്. പണം എല്ലാവർക്കും ആവശ്യമാണ്. പണം കൊണ്ട് മാത്രമേ ക്രയവിക്രയങ്ങൾ നടക്കുകയുള്ളൂ. എത്രയധികം പണമുണ്ടോ അതിനനുസരിച്ച് വേണ്ടപ്പെട്ടവരെല്ലാം ആവശ്യക്കാരെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. പണം ദോഷമുണ്ടാക്കുന്നത് എപ്പോഴാണ്? അതിനോടുള്ള ആർത്തിയും അത് ശരിയായി കൈകാര്യം ചെയ്യാൻ അറിയാത്തതുമാണ് നമുക്ക് ജീവിതത്തിൽ പരാജയപ്പെടുന്നു. ഇനി ജീവിതത്തിൽ പണമുണ്ടായിട്ട് പരാജയപ്പെട്ട ചില ആളുകളുടെ പേര് ഇവിടെ രേഖപ്പെടുന്നു. ആൽബർട്ട് ഹാൾ അമേരിക്കൻ പ്രസിഡൻ്റ് ക്യാബിനറ്റ് അംഗമായിരുന്നു. വേണ്ടതിലധികം ധനം സമ്പാദിച്ചു. കടം കയറി ഒടുവിൽ ജയിലിലായി. അവസാന നാളുകളിൽ വീട്ടിൽ പോയി ശാന്തമായി മരിക്കാൻ മാപ്പ് ലഭിച്ചു. ചാൾസ് സ്ക്വാബ് എന്ന് പറയുന്നൊരു ഒരു കാലത്ത് ഏറ്റവും വലിയ ഉരുക്ക് കമ്പനിയുടെ ഉടമയായിരുന്നു. ഒടുവിൽ തെല്ലും മനസമാധാനമില്ലാതെ കടം വാങ്ങി അദ്ദേഹം പാപ്പരായി മരിച്ചു. ഹവാർഡ് ഹബ്സൺ എന്ന വ്യക്തി ഏറ്റവും വലിയ പെട്രോൾ കമ്പനിയുടെ ഉടമയായിരുന്നു. പക്ഷേ ക്രമേണ ബിസിനസ് നശിച്ചു. അദ്ദേഹത്തിൻ്റെ മാനസിക സമനില തെറ്റി അദ്ദേഹം മുഴുഭ്രാന്തനായി തീർന്നു. ഇങ്ങനെ ചില ആളുകളുടെ ചരിത്രം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചോദ്യം, എന്തുകൊണ്ടാണ് ഇവർ പണമുണ്ടായിട്ടും പരാജയപ്പെട്ടത്? എന്താണ് ഈ കോടീശ്വരന്മാരായ മനുഷ്യർക്ക് സംഭവിച്ചത്? അവരൊക്കെ പണമുണ്ടാക്കാൻ മാത്രമാണ് പഠിച്ചത്. ജീവിതം വിജയകരമായി കെട്ടിപ്പടുക്കുവാൻ അവർ പഠിച്ചില്ല. അല്ലെങ്കിൽ ധനത്തോടുള്ള അമിതമായ ആർത്തിയാണ് അവരെ ഇതിൽ കൊണ്ടെത്തിച്ചത്. ധനസമ്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ ഒന്നോർക്കുക, നേരായ മാർഗത്തിലൂടെ മാത്രമേ പണം സമ്പാദിക്കാവുള്ളൂ. അവിഹിത മാർഗത്തിലൂടെ പണം സമ്പാദിച്ചാൽ അതൊരിക്കലും നിലനിൽക്കുകയില്ല എന്നുള്ളത് തിരിച്ചറിയുക. സമ്പത്തിനെക്കുറിച്ച് ജെ പോൾ ഗെറ്റി എന്നയാൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രശസ്തമായ വാക്കുകളാണ്. വളരെയധികം നമ്മൾ ഇതേക്കുറിച്ച് ചിന്തിക്കണം. സമ്പത്തിനെക്കുറിച്ച് എനിക്ക് കുറ്റബോധമില്ല. ഞാൻ പണമുണ്ടാക്കിയത് കഠിനാധ്വാനം ചെയ്താണ്. മനുഷ്യർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിർമ്മിച്ചതാണ് ഞാൻ പണമുണ്ടാക്കിയത്. അപ്പോൾ സമ്പത്തിനെക്കുറിച്ച് കുറ്റബോധമില്ലാത്തതിൻ്റെ കാരണം ഞാൻ പണിയെടുത്താണ് പണമുണ്ടാക്കിയത്. ഞാൻ ആരെയും വഞ്ചിക്കുകയോ പറ്റിക്കുകയോ ചെയ്തിട്ടല്ല. എൻ്റെ സഹതാപം കണ്ട് ആരെങ്കിലും എന്നെ സഹായിക്കുകയല്ല ചെയ്തത്, മറിച്ച് ഞാൻ പണിയെടുത്താണ് പൈസ ഉണ്ടാക്കിയത്. ഇന്നത്തെ കാലത്ത് സ്വത്ത് സമ്പാദിക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കണം, ഒരു വ്യവസായം തുടങ്ങണം. ഒരു വ്യവസായം തുടങ്ങാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും പണം സമ്പാദിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ സ്വന്തം പണമായാലും കടം വാങ്ങിയ പണമായാലും റിസ്ക് എടുക്കാൻ നമുക്ക് തയ്യാറാകണം. റിസ്ക് എടുക്കാത്ത ഒരുത്തന് ജീവിതത്തിൽ വിജയിക്കാൻ സാധ്യമല്ല. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംഘർഷങ്ങളോടൊപ്പം ജീവിക്കുന്നതിന് മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ സംഘർഷങ്ങളെ തേടിയെത്തണം, റിസ്ക് ഏറ്റെടുക്കണം. ഒന്നാലോചിച്ച് വയ്ക്കും. അപ്പം സംഘർഷങ്ങളിലേക്ക് നിന്ന് ഒളിച്ചോടുവല്ല,
മറിച്ച് സംഘർഷങ്ങളെ ഏറ്റെടുക്കുകയും അതിനെ അഭിമുഖീകരിക്കുകയും ചെയ്യുക. അപ്പോൾ ആത്മഹത്യ എന്നുള്ള പ്രവണതയൊക്കെ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മാറും. എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ആത്മഹത്യ ചെയ്തേക്കാം, എൻ്റെ ജീവിതത്തിൽ പരാജയപ്പെടുമല്ലോ എന്നുള്ള ചിന്ത. അതല്ല, സംഘർഷങ്ങളെ നേരിടണം. ആ നേരിടുമ്പോഴാണ് അതിലൂടെ എങ്ങനെ നമുക്ക് കടന്നു പോകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, സംഘർഷങ്ങളെ തേടി ചെല്ലണമെന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ വ്യവസായ വിജയത്തിൻ്റെ ഒരു ഉൽപ്പന്നമായി പണത്തെ കാണുക. പണം മാത്രമാണ് നിങ്ങളുടെ വ്യവസായത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായും നിങ്ങൾ പരാജയപ്പെടും. പണം മാത്രമല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. പണം കൊണ്ട് ഉള്ള കളിയിൽ കൈവരിക്കാവുന്ന ഒരു നേട്ടമാണ് പണം. പണം എറിഞ്ഞെങ്കിൽ മാത്രമേ പണം ലഭിക്കുകയുള്ളൂ. നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ പണം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ക്ഷമയാണ് വ്യവസായത്തിൻ്റെ ഏറ്റവും പ്രധാന ആസ്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ നീക്കങ്ങൾ നടത്തുന്നതിനുള്ള ശരിയായ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ കണ്ണുകൾ തുറന്നു നോക്കിയാൽ ചുറ്റുപാടും ബിസിനസ്സാണ്. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഒരു ടേല, അതായത് ഒരു ഉന്തുവണ്ടിയിൽ കുറച്ച് പച്ചക്കറി കൊണ്ട് നടന്നാലും അതൊരു ബിസിനസ്സാണ്. അതുപോലെ എന്തെല്ലാം ബിസിനസ്സുകൾ നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ നമ്മുടെ സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും. പഴഞ്ചൻ ആശയങ്ങൾ അള്ളിപ്പിടിച്ചുകൊണ്ട് ഒരാൾക്കും വ്യവസായത്തിൽ ശാശ്വതമായ വിജയം കൈവരിക്കാനായിട്ട് സാധ്യമല്ല. ഇനി സമ്പത്തും സന്തോഷവും ചേരുംപടി ചേർന്നുള്ള ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള സമൃദ്ധിയാണ് വേണ്ടത്. സമ്പാദ്യം അല്ലെങ്കിൽ സമൃദ്ധി എന്ന് പറയുമ്പോൾ അതിനെ ധനത്തോട് മാത്രം ഉപമിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയം എന്ന് പറയുന്നത്. ശരിയായ കോടീശ്വരന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ജീവിതത്തിൽ സമ്പാദിക്കുന്നതിൻ്റെ 3/4 ആരോഗ്യത്തിനും കുടുംബ ബന്ധങ്ങൾക്കും വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. സുന്ദരമായ ജീവിതം ആസ്വദിക്കുന്ന ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പൂർണ്ണ സംതൃപ്തനായിരിക്കും. എല്ലാ മേഖലകളിലും വിജയിക്കണമെങ്കിൽ സുപ്രധാനമായി 5 കാര്യങ്ങൾ ചെയ്യണം. 1. നല്ല പണം സമ്പാദിക്കാനുള്ളൊരു മാർഗമുണ്ടായിരിക്കണം. 2. കുടുംബ ബന്ധത്തിൻ്റെ മഹിമ തിരിച്ചറിയണം. 3. ശാരീരിക സൗഖ്യം നിലനിർത്താൻ ആവശ്യമായുള്ള ചര്യകൾ ചെയ്യണം, എക്സർസൈസ് ചെയ്യണം. 4. മാനസിക ഉല്ലാസം നിലനിർത്താൻ ആവശ്യമായ ജീവിതചര്യകളുണ്ടാകണം. 5. ആത്മീയ സുഖം നിലനിർത്താനുള്ള ജീവിതചര്യകൾ നമുക്കുണ്ടാകണം. ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരാൾ എത്രത്തോളം ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നോ അത്രത്തോളം ധനവും അദ്ദേഹത്തിലേക്ക് ഒഴുകിയെത്തും. ധനം എന്നുള്ളത് ഒരു ആകർഷണ യന്ത്രമാണ്. നമ്മളിലേക്ക് എന്തു ചെയ്യും? അത് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കും. ലോകം അയാളുടെ കാൽ കീഴിലാക്കും. ആരോഗ്യം ശ്രദ്ധിച്ചാൽ അത് എന്തെന്നില്ലാത്തൊരു ഊർജ്ജം നമുക്ക് തരും. ലൈംഗിക ജീവിതം പുഷ്ടിപ്പെടുന്നു, ബിസിനസ്സിൽ നമ്മെ ഊർജ്ജസ്വലരാക്കുന്നു, നമ്മുടെ ആത്മീയ ജീവിതം സമ്പന്നമാകുന്നു, സുഹൃത്ത് ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കാതെ പണത്തെ ആകർഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട. പണിയെടുക്കുക, അധ്വാനിക്കുക, കഠിനാധ്വാനം ചെയ്യുക. നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പണമുണ്ടാക്കാനുള്ള മേഖലകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. പണമുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരാളെ സഹായിക്കാൻ പറ്റുകയുള്ളൂ. പണമുണ്ടെങ്കിൽ മാത്രമാണ് ഒരു വീടില്ലാത്ത ഒരാളെ അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടക്കുന്ന ഒരാളെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പണം നല്ലതാണ്, അത് നാം ഉപയോഗിക്കുന്ന രീതിക്കാണ് വ്യത്യാസം. പണത്തിന് വേണ്ടി മാത്രമായിരിക്കരുത് നമ്മുടെ ജീവിതം. എന്നാൽ നമ്മൾ പണിയെടുക്കാതെ പണമുണ്ടാക്കാൻ സാധ്യമല്ല. അധ്വാനിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു.